ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുമസ് നവവത്സര ആഘോഷ വേദികളെ ബന്ധപ്പെടുത്തി കോഴിക്കോട്ട് സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി എയർ സർവീസിന് ചിലർ തുരങ്കം വയ്ക്കുകയാണെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. പ്രവാസി ഭാരതീയ ദിവസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ കോഴിക്കോട്ട് പ്രകാശനം ചെയ്തു. റോട്ടറി കാലിക്കറ്റ് ന്യൂ ടൗൺ നേതൃത്വത്തിൽ പുതിയ സേവന പദ്ധതികൾക്ക് തുടക്കം. ഫറൂഖിലെ കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായ എഞ്ചിനീയർ പി വേണുഗോപാലിന് ജനകീയ കൂട്ടായ്മയുടെ ആദരം. കാജുകാഡോ കരാട്ടെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോക റെക്കോർഡ് ജേതാക്കൾക്ക് ആദരം. ഞാൻ നിക്ഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ക്രിസ്തുമസ് നവവത്സര ആഘോഷ വേദികളെ ബന്ധപ്പെടുത്തി സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് സി ചാക്കുണ്ണി ഈ ആവശ്യം ഉന്നയിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. ബേപ്പൂർ, കാപ്പാട്, കോഴിക്കോട് ബീച്ച്, മാനാഞ്ചിറ, ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് സർക്കുലർ ബസ്സുകളും സിറ്റി ബസ്സുകളും രാത്രി 12 മണിവരെയും നഗരത്തിൽ സർവീസ് നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന് നിവേദനം സമർപ്പിച്ചത്. മാനാഞ്ചിറ സ്ക്വയറിൽ നടന്ന ദീപാലങ്കാര ഉദ്ഘാടന വേളയിൽ MDC പ്രസിഡന്റ് സി ചാക്കുണ്ണി, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ എന്നിവർ ചേർന്നാണ് നിവേദനം മന്ത്രിക്ക് സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി എയർ സർവീസിന് ചിലർ തുരങ്കം വെക്കുകയാണെന്നാരോപിച്ച് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രതിഷേധത്തിൽ MDF നേതൃത്വത്തിൽ സൗദി എയർലൈൻസ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി എയർലൈൻസ് വിമാന സർവീസ് ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മലബാർ ഡെവലപ്മെന്റ് ഫോറം കോഴിക്കോട്ടെ സൗദി എയർലൈൻസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. പ്രസിഡന്റ് KM ബഷീർ ഉദ്ഘാടനം ചെയ്തു. സൗദി എയർലൈൻസ് വർഷങ്ങളോളം കരിപ്പൂർ വിമാനത്താവളത്തിൽ സൗദി എയർലൈൻസിന്റെ വൈഡ് ബോഡി വിമാനത്തിന്റെ സർവീസ് നടത്തിയിട്ടുണ്ട്. യാദൃശ്ചികമായി 2020 ഓഗസ്റ്റ് 7-ാം തീയതി ഒരു ചെറിയ വിമാനം, എയർ ഇന്ത്യ എക്സ്പ്രസിലെ കോഡ് സിയിൽപ്പെട്ട ഒരു വിമാനം തകർന്നു. ആ വിമാനം തകർന്ന ഉടനെ തന്നെ യാതൊരു കാരണവുമില്ലാതെ അനധികൃതമായി, അനാവശ്യമായി വൈഡ് ബോഡി സർവീസുകൾ എയർ ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറി ഖൈസ് അഹമ്മദ്, ട്രഷറർ PP ഷബീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. STPA ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ജലീൽ സഖാഫി, R ജയന്തകുമാർ, KM ബഷീർ, റിയാദ്, സലീം നെച്ചോളി, KV ഇസ്ഹാഖ്, അബ്ദുൾ അസീസ്, സഹീർ അലി, ഉമർ ഫാറൂഖ്, റോണി ജോൺ, PT സുബൈർ, PKM അഹമ്മദ് ഷെരീഫ് എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രവാസി ഭാരതീയ ദിവസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിൽ നിന്നും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഏറ്റുവാങ്ങി. ഇൻഡോ അറബ് കോൺഫെഡറേഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനുവരി 11-ന് മുംബൈയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ കോഴിക്കോട് രൂപത ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പ്രകാശനം ചെയ്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് ഏറ്റുവാങ്ങി. ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. സമാധാനം, സന്തോഷം, ആനന്ദം, പങ്കുവയ്ക്കൽ എല്ലാം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ഞാൻ ആശംസിക്കുന്നു. ബോംബെയിൽ നടക്കാൻ പോകുന്ന ഇന്ത്യ
അറബ് കോൺഫെഡറേഷന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും. എന്റെ പ്രാർത്ഥന, ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിന്റെ പിന്നിലുണ്ടായിരുന്നു. എം വി കുഞ്ഞാമു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികാരി ജനറൽ മോൺ ജെൻസൺ പുത്തൻ വീട്ടിൽ, വികാരി ജനറൽ ജോൺസ്, കെ എഫ് ജോർജ്, പി ഉമർ ഫാറൂഖ്, ബിഷപ്പ് ഹൌസ് സെക്രട്ടറി ഫാദർ ഇമാനുവൽ, എ വി ഫർദീസ്, കോയട്ടി മാളിയേക്കൽ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റോട്ടറി കാലിക്കറ്റ് ന്യൂ ടൗണിന്റെ നേതൃത്വത്തിൽ പുതിയ സേവന പദ്ധതികൾക്ക് തുടക്കമിട്ടു. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധറിന്റെ ഔദ്യോഗിക സന്ദർശന ചടങ്ങിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സേവന പദ്ധതിയുടെ ഭാഗമായാണ് റോട്ടറി ക്ലബ്ബ് ന്യൂ ടൗണിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ചോലപ്പുറം UP സ്കൂളിന് വാട്ടർ പ്യൂരിഫയർ സമ്മാനിച്ചത്. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ കൈമാറി. ഓറഞ്ച് ഫുട്ബോൾ അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ കിറ്റ് വിതരണം അസിസ്റ്റന്റ് ഗവർണർ ഡോക്ടർ ജോർജ് എബ്രഹാം തലനാനി നിർവഹിച്ചു. ഹോട്ടൽ പാരമൗണ്ട് ടവറിൽ വൈകിട്ട് നടന്ന ചടങ്ങിൽ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യപ്രഭാഷണം നടത്തി. In short, Rotary is a global network of community volunteers. The ideal of Rotary service and the motto of Rotary is service above self, which itself exemplifies the humanitarian spirit of the organization. റോട്ടറി ന്യൂ ടൗൺ പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ഷമീം റാസ, ട്രഷറർ ജയേഷ് നായർ, ശ്രീധരൻ നമ്പ്യാർ, സജിത്ത് ഞാളൂർ, AP ദാസ്, ആനന്ദ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. 4 പതിറ്റാണ്ടിലധികമായി ഫറൂഖിന്റെ കലാ, കായിക, സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിൽ പ്രവർത്തിച്ച എഞ്ചിനീയർ P വേണുഗോപാലിനെ ആദരിച്ചു. വേണുഗീതം എന്ന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ കൂട്ടായ്മയൊരുക്കി ഫറൂഖ് വായനാക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിക്കൽ പരിപാടി സംഘടിപ്പിച്ചത്. KMP ഭദ്രയുടെ സോപാന സംഗീതത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. വേണുഗീതം എന്ന പേരിട്ട പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഒരു വ്യക്തിയെ നമ്മൾ ആദരിക്കുമ്പോൾ ആ വ്യക്തി ആദരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ആ വ്യക്തിയെ ആദരിക്കുന്നതിന് കാരണമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് എത്രത്തോളം പകർത്താനാകും, എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നുള്ളതും ഇത്തരം ചടങ്ങുകളിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്വം കൂടിയായി മാറുകയാണ്. റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹാദരം പരിപാടിയിൽ MK രാഘവൻ MP ആദരപത്രം സമർപ്പിച്ചു. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുള്ള ഒരു ആദരവ് ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അപൂർവത്തിൽ അപൂർവമായ ഒരു സംഗതിയാണെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് സ്മരണിക കവർ പ്രകാശനം ചെയ്തു. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ചിത്രരചനാ മത്സരത്തിൽ സമ്മാനാർഹനായ ആദികേഷ് വേദിയിൽ വെച്ച് എഞ്ചിനീയർ P വേണുഗോപാലിന്റെ ചിത്രം വരച്ചു നൽകി.
ചടങ്ങിൽ വെച്ച് പഴയകാല ഫുട്ബോൾ താരങ്ങളെയും കലാപ്രതിഭകളെയും ആദരിച്ചു. KM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA VKC മുഹമ്മദ് കോയ, നഗരസഭാ ഉപാധ്യക്ഷ K റീജ, കൗൺസിലർമാരായ KTA മജീദ്, P ബിജീഷ്, K കമറുല്ലൈല, ബേപ്പൂർ മണ്ഡലം ഡെവലപ്മെന്റ് മിഷൻ ചെയർമാൻ M ഗിരീഷ്, സംഘാടക സമിതി ജനറൽ കൺവീനർ അജിത് കുമാർ പൊന്നേംപറമ്പത്ത്, ഭാനുപ്രകാശ് തുടങ്ങിയവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. 13ാമത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന് മുന്നോടിയായി ജനറൽ ബോഡി യോഗം ചേർന്നു. യോഗത്തിൽ ലോക റെക്കോർഡ് ജേതാക്കളെ ആദരിച്ചു. ജനുവരി 18, 19 തീയതികളിലാണ് ടൂർണമെന്റ് നടക്കുക. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്സ് അക്കാദമി നടത്തുന്ന 13ാമത് ഓൾ ഇന്ത്യ ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റ് ജനുവരി 18, 19 തീയതികളിൽ കോഴിക്കോട്ട് നടത്തുന്നതിന്റെ ഭാഗമായി വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ വെച്ച് ജനറൽ ബോഡി യോഗം ചേർന്നു. മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. കായിക മേഖലയിൽ ആധുനിക കാലഘട്ടത്തിൽ വിവിധ കായിക മുറകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു കരാട്ടെ അഭ്യാസം നൽകുന്ന അധ്യാപകരും അതിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ഉൾപ്പെടെയുള്ള ശൈലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എത്തിച്ചേരുന്നതെങ്കിൽ അറിയാം. 13ാമത് ടൂർ നടക്കുമ്പോൾ വർഷങ്ങളായി ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയ പരിചയമുള്ളവരാണ് ഇരിക്കുന്നതെന്നത്. ഈ ടൂർണമെന്റ് അതിന് വ്യത്യസ്തമായി ഇന്നേ വരെ നടത്തിയിരുന്ന ഏറ്റവും മികച്ച രൂപത്തിലുള്ള ടൂർണമെന്റ് നടത്താൻ നിങ്ങളുടെ സഹായം മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ജയരാജ് അധ്യക്ഷനായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ദിലീപ് കുമാർ, രേണുകാദേവി, പ്രവീൺ തളിയിൽ, മാപ്പാല രാജൻ, മധുകുമാർ, നാസർ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ലോക റെക്കോർഡ് ജേതാക്കളെ ആദരിച്ചു. കാജുകാഡോ കരാട്ടെ മാർഷൽ ആർട്ട് അക്കാദമി ഇന്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ജേതാക്കളായ സെൻസൈ അജീഷ് കുമാർ, മകൾ അരുന്ധതി, അജീഷിന്റെ ശിഷ്യ അനാമിക KK എന്നിവർ ആദരമേറ്റുവാങ്ങി. അരുന്ധതി 36 സെക്കൻഡിലാണ് 200 ടൈംസ് കൈകരിച്ചുകൊണ്ട് 40. അതുകൂടി നമ്മൾ പറഞ്ഞു വേണം. അറിൻകോ ഗ്രൂപ്പ് ഓഫ് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഷെഫീഖിനെയും ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ് എംപോറിയത്തിൽ ക്രിസ്തുമസ് പുതുവത്സര ഖാദി മേളയ്ക്ക് തുടക്കം. തോട്ടത്തിലെ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജനുവരി 4 വരെയാണ് മേള. രാവിലെ 10 മുതൽ രാത്രി 8 മണി വരെയാണ് ക്രിസ്മസ് പുതുവത്സര ഖാദി മേള നടക്കുന്നത്. ഖാദി തുണിത്തരങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റും ഫർണിച്ചർ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് തവണ വ്യവസ്ഥയിൽ സാധനങ്ങൾ വാങ്ങാനും അവസരമുണ്ട്. 1000 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പണുകളുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മേള ഉദ്ഘാടനം ചെയ്തു. നമുക്ക് നമ്മുടെ ഖാദിയെക്കുറിച്ച് നമുക്കറിയാം. കാരണം നിരവധി 10,000 ഉപജീവനം കഴിക്കുന്ന ഏറ്റവും വലിയൊരു മേഖല, ഒരു പരമ്പരാഗത വ്യവസായം. വളരെ ആദ്യകാലം മുതൽ നമ്മൾ സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ അത്രയും മുന്നേ ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണത്. നിരവധി പേർ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ പ്രത്യേക നിർദ്ദേശം തന്നെ ഇതിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക്, കാരണം ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും തൊഴിൽ നൽകണ്ടേ നമുക്ക് എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മളിൽ എല്ലാവരിലുമുണ്ട്, സമൂഹത്തിന് മൊത്തത്തിലുണ്ട്. സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ നമുക്ക് ഗാന്ധിജി കാണിച്ചു തന്നിട്ടുള്ള ചർക്കയിൽ സ്വയം നോറ്റുകൊണ്ട് ഒക്കെ നമ്മൾ മനസ്സിലുണ്ടെന്നും അദ്ദേഹം നൽകിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മഹത്തായിട്ടുള്ള. നമുക്ക് പലതും നമ്മൾ വ്യതിചലിച്ചു പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതേപോലെയുള്ള ഈ പ്രസ്ഥാനങ്ങളാണ് സത്യത്തിൽ നമ്മളെ ഒരു സാധാരണക്കാരായിട്ടുള്ള തീരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന പല ആളുകൾക്ക് ജീവിതം നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മഹത്തായ സ്ഥാപനങ്ങൾ അതൊക്കെ. കൗൺസിലർ SK അബൂബക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. KK മുരളീധരൻ അധ്യക്ഷനായിരുന്നു. മാഞ്ജുഷ് മാത്യു, M നിതിൻ തോമസ്, CP അബ്ദുറഹിമാൻ, P വിശ്വൻ, K വിനോദ് കുമാർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ളാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പെരുവയലിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക താരങ്ങളെയും ക്ലബ്ബുകളെയും കോർത്തിണക്കി പെരുവയൽ 7ാമത് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. പെരുവയൽ ടർഫ് കോർട്ടിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. രണ്ടാം മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ എത്രയും പെട്ടെന്ന് മത്സരത്തിനായി തയ്യാറാവേണ്ടതാണ്. ടൂർണമെന്റിന്റെ രണ്ടാം മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ കലാകായിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സഹായത്തോടു കൂടിയാണ് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ നിർവഹിച്ചു. പെരുവയൽ ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക ഉത്സവമായി തന്നെയാണ് പ്രീമിയർ ലീഗ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ട് മികച്ച രീതിയിൽ തന്നെ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ഫുട്ബോൾ പ്രേമികൾക്ക് മികച്ച വിരുന്നൊരുക്കിക്കൊണ്ടുമൊക്കെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. ടൂർണമെന്റിന്റെ മുഖ്യ രക്ഷാധികാരി ഉന്നൈസ് അരീക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഫുട്ബോൾ ടൂർണമെന്റ് കൺവീനർ ജയേഷ് ഇളവന, 8ാം വാർഡ് അംഗം വിനോദ് ഇളവന, CT സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. രണ്ടാം മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ എത്രയും പെട്ടെന്ന് മത്സരത്തിനായി തയ്യാറാവേണ്ടതാണ്. ടൂർണമെന്റിന്റെ രണ്ടാം മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ ന്യൂസ് ബ്യൂറോ, മാവൂർ. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ സ്ത്രീ സംരംഭകർക്കു വേണ്ടി വിപണന മേള സംഘടിപ്പിച്ചു. പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ നടന്ന മേള അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിമൻസ് ഇന്ത്യൻ അസോസിയേഷൻ സ്ത്രീ സംരംഭകർക്കു വേണ്ടി തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിപണന മേള സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ഉഷ രവീന്ദ്രൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 40ഓളം സംരംഭകർ ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി കൊണ്ട് മേളയിൽ പങ്കെടുത്തു. അസോസിയേഷൻ ഭാരവാഹികളായ ലക്ഷ്മി ശിവകുമാർ, രാധാമണി മോഹനചന്ദ്രൻ, രുക്മിണി വിജയൻ, ശശികല തമ്പാൻ, ലക്ഷ്മി നന്ദകുമാർ, ഗീത നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക നാണയ പ്രദർശനം ഡിസംബർ 27 മുതൽ 29 വരെ കോഴിക്കോട് സുകൃതീന്ദ്ര കലാമന്ദിറിൽ നടക്കും. വിവിധ കാലഘട്ടങ്ങളിലെ നാണയങ്ങളും കറൻസികളുമാണ് പ്രദർശിപ്പിക്കുക. പ്രവേശനം സൗജന്യമാണ്. 3 ദിവസത്തെ എക്സിബിഷൻ നടത്തുന്നത്. ഈ 3 ദിവസത്തെ എക്സിബിഷനിൽ വിവിധ തരം നാണയങ്ങൾ പ്രദർശിപ്പിക്കുന്നതാണ്. നാണയങ്ങളും കറൻസിയും ഈ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് സ്റ്റേറ്റ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ മിസ്റ്റർ സുരേഷാണ്. രാവിലെ 10 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ലോക നാണയ പ്രദർശനത്തിലേക്ക് പ്രവേശനം. 27 രാവിലെ 10 SBI ഡെപ്യൂട്ടി ജനറൽ മാനേജർ സുരേഷ് വക്കീൽ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് സുവനീർ പ്രകാശനം മേയർ ബീന ഫിലിപ്പ് നിർവഹിക്കും. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളിലും വിവിധ കാലങ്ങളിലും നിലവിലുണ്ടായിരുന്ന നാണയം, കറൻസി എന്നിവയാണ് പ്രദർശിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പ്രേമൻ പുതിയാപ്പിൽ, K. സൂരജ്, ഗിന്നസ് MK ലത്തീഫ്,
ICR പ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഇതൊരു സൗജന്യ പ്രദർശനമാണ്. കാരണം കാലിക്കറ്റ് ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് സൊസൈറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുമസ് നവവത്സര ആഘോഷ വേദികളെ ബന്ധപ്പെടുത്തി കോഴിക്കോട്ട് സർക്കുലർ ബസ് സർവീസ് ആരംഭിക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സൗദി എയർ സർവീസിന് ചിലർ തുരങ്കം വയ്ക്കുകയാണെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം. പ്രവാസി ഭാരതീയ ദിവസ് ഗ്ലോബൽ കോൺഫറൻസിന്റെ ലോഗോ കോഴിക്കോട്ട് പ്രകാശനം ചെയ്തു. റോട്ടറി കാലിക്കറ്റ് ന്യൂ ടൗൺ നേതൃത്വത്തിൽ പുതിയ സേവന പദ്ധതികൾക്ക് തുടക്കം. ഫറൂഖിലെ കലാ കായിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനായ എഞ്ചിനീയർ P. വേണുഗോപാലിന് ജനകീയ കൂട്ടായ്മയുടെ ആദരം. കാജുകാഡോ കരാട്ടെ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ലോക റെക്കോർഡ് ജേതാക്കൾക്ക് ആദരം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.